ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യം. കൈനാൻ ഏനോസിൻ്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റേതുമായിരുന്നു. പരിശുദ്ധ തൃത്വയേക ദൈവത്തിന് സ്തുതി. ദൈവപുത്രനായ യേശുവിൽ നിന്ന് തുടങ്ങി ദൈവത്തിൻ്റെ മറ്റൊരു പുത്രനായ ആദമിൽ എത്തുന്ന യേശുവിൻ്റെ വംശാവലി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16 വാക്യങ്ങളിലായി 77 പേരുകൾ ഉൾക്കൊണ്ടിട്ടുള്ള നീണ്ട ഒരു വംശാവലിയുടെ തുടക്കത്തിലെത്തി നിൽക്കുന്ന വാക്യം. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ആദാമിനൊരു നിസ്തൂലമായ സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കുമെന്നുള്ള ഒരു സന്ദേശം വിശുദ്ധ പൗലോസ് നൽകുന്നുണ്ട്. വീണ്ടും 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കാണാം, ഭൗതികനായ ആദ്യ മനുഷ്യൻ ആദം, എന്നാൽ അവസാനത്തെ ആദമായ ക്രിസ്തു അവൻ സ്വർഗത്തിൽ നിന്നുള്ള നമ്മുടെ ഭൗതിക ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ ധാരാളമായി നമുക്ക് തരുന്നവനാണ് എന്നുള്ളത്. വീണ്ടും റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആദ്യ മനുഷ്യനായ ആദാമിനെയും ആദാം മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നും നമ്മൾ ആ ആദമായി തുടരുന്നവരാണോ? നമ്മുടെ പാപം മൂലം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ച മരണത്തിന് നാം അറിയാതെ കീഴ്പ്പെടുന്നവരാണോ? അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരോടുമായി വിശുദ്ധ പൗലോസ് പറയുകയാണ്, അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനം യേശു ക്രിസ്തു എന്ന ആദമിൻ്റെ വംശാവലിയിലെ അവസാനത്തെ ആദം, ദൈവത്തിൻ്റെ പുത്രൻ, ആ യേശുവിൻ്റെ കൃപാദാനം അനേകർക്ക് സമൃദ്ധിയായി ലഭിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും നീതീകരണത്തിനത് കാരണമാകുന്നു. നമുക്കും ആഗ്രഹിക്കാമല്ലേ നസ്രായൻ്റെ കൃപാദാനം സ്വീകരിക്കപ്പെടുവാനുള്ള ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകുവാനായി? എങ്ങനെയുള്ള ഹൃദയമാണ് വേണ്ടത്? താഴ്മയും വിശുദ്ധിയുമുള്ള, പശ്ചാത്താപമുള്ള ഒരു ഹൃദയം. ദൈവമേ, നിൻ്റെ നീതിപൂർവമായ പ്രവർത്തികൾ, യേശു ക്രിസ്തുവിൻ്റെ അനുസരണം, അവ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുവാനും ദൈവത്തിൻ്റെ കൃപ, ആദ്യ മനുഷ്യനായ ആദമിൻ്റെ പിതാവും മനുഷ്യപുത്രനായ യേശുവിൻ്റെ പിതാവുമായ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഓരോരുത്തരിലേക്കും നമ്മുടെ നീതിയുള്ള, ന്യായമുള്ള, നമ്മുടെ അനുസരണമുള്ള വഴികൾ കണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് നയിക്കുവാൻ സംഗതിയാകുന്ന വിധം നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.